വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. കണ്ട നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് പഴംപൊരിയുടെ മാവ്. അതിലേക്ക് പാകത്തിന് മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ലേശം പൊടിയുപ്പ്, ഒരു പൊടിക്ക് സോഡപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായി മാവ് കിട്ടും നമുക്ക്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനെ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാം. കണ്ട നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ച് പാനിൽ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പഴംപൊരിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ, നമുക്ക് പഴം മുങ്ങിക്കിടക്കണം കേട്ടോ. കണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരേശ പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോഡപ്പൊടി വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനത് ലേശം സോഡപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ സോഡപ്പൊടി ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കളറായിട്ട് കിട്ടും. അതിപ്പോൾ നമുക്ക് സോഡപ്പൊടി ചേർത്ത കാരണം ബജിയുടെ ഒരു കളറ് പോലെയാണ് ഇരിക്കുക കേട്ടോ. കണ്ട കളറ് മാറി വരുന്നത് കണ്ട. പക്ഷെ നല്ല ടേസ്റ്റ്, ഇത് നല്ല സോഫ്റ്റും. ശരിക്കും നമ്മൾ ബജ്ജി എങ്ങനെയാണ് കഴിക്കുക അതേ ഒരു സോഫ്റ്റായിട്ടുള്ളത്. സൈഡുകൾ മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ. പഴംപൊരി ആയി വരട്ടെ. ഒരു ട്രിപ്പിൽ തന്നെ അത്യാവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, സൈഡിലൊക്കെ ആയിട്ട്. ചെറിയ കഷ്ണങ്ങളായ കാരണം കുഴപ്പമില്ല. വലിയതൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്കിതിൽ ഇടാൻ പറ്റില്ല, സ്പേസ് ഉണ്ടാവില്ല. കണ്ട വെന്ത് വന്നിട്ടുണ്ട്, പാകമായി വന്നിട്ടുണ്ട് ചിലതൊക്കെ. ആയേനെ നമുക്ക് കോരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. ഇവിടെ പഴംപൊരി എത്ര കിട്ടിയാലും പോരാ പിള്ളേർക്ക്, അത്രയ്ക്ക് ഇഷ്ടമാണ് പഴംപൊരി. അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്. വലിയ കഷ്ണാക്കാനുള്ള ഇത്രത്തോളം കിട്ടില്ല. ഒരു നേന്ത്രപ്പഴത്തിൽ നിന്നും ഒരു
10 കിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഒരു പഴത്തിൽ നിന്നിട്ട്. ഇതേപോലെ ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ നീളത്തിലൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഒരു പഴത്തിൽ നിന്ന് ഒരു 3-4 കഷ്ടി കിട്ടുള്ളൂ. ഇതിപ്പോൾ വയറ് നിറച്ച് ആവശ്യത്തിന് പിള്ളേർക്ക് കഴിക്കാം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ചൂട്ടോട് കൂടി കഴിക്കാം. കണ്ട പഴംപൊരി ഇരിക്കുന്ന എന്താ രസം, നല്ല ടേസ്റ്റി ആട്ടാ. വായിലിട്ട് ശരിക്കും അലിഞ്ഞു പോവും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പഴംപൊരി. നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളൂ.